ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ ചില കർശന വ്യവസ്ഥകളിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ DMO ഓഫീസിനു മുന്നിൽ സമരം സംഘടിപ്പിച്ചു. IMA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സുദീപ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ ചില കർശന വ്യവസ്ഥകളിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിനു മുന്നിൽ സമരം സംഘടിപ്പിച്ചു. നമ്മളെപ്പോഴും വളരെ അഹങ്കാരത്തോടു കൂടി തന്നെ പറയാറുണ്ട്, കേരളത്തിന്റെ ആരോഗ്യ നിലവാരം വളരെ ഉന്നതിയിലാണ്. അത് അമേരിക്ക, യൂറോപ്പ് മുതലായ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കത്തക്കോണം ഉള്ള നിലവാരം പുലർത്തുന്ന ഒരു ആരോഗ്യ സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്ന് പറയാറുണ്ട്. അതിന്റെ പ്രധാനമായിട്ടുള്ള ആ ആരോഗ്യ നിലവാരം ഉയർത്തിക്കൊണ്ട് എല്ലാ ഓണംകേറ മൂലകളിലും ചികിത്സ, ആധുനിക ചികിത്സ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ചെറിയ റേറ്റിൽ ചെറിയ ഫീസ് മാത്രം കൈപ്പറ്റിക്കൊണ്ട് ഏറ്റവും ആധുനികമായിട്ട് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ, പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള ചികിത്സ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ചെറുകിട ആശുപത്രികൾ. അല്ലെങ്കിൽ ഒരുപാട് പുതിയ റെസ്ട്രിക്ഷൻസ് വരും, ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധനകൾ, മറ്റ് റെഗുലേഷൻസ് ഒക്കെ വരുന്നതോടുകൂടി അപ്പൊ അങ്ങനെയൊക്കെ ചെലവ് കൂടുമ്പോൾ തീർച്ചയായിട്ടും ഇത് ആത്യന്തികമായിട്ട് ബാധിക്കുന്നത് പൊതുജനങ്ങളെ. കേരളത്തിലെ പൊതുജന ആരോഗ്യ സംവിധാനം തകർക്കുന്ന നിലയിലുള്ളതാണ് ആക്ടിലെ ചില വ്യവസ്ഥകളെന്ന് സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. IMA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സുദീപ് സമരം ഉദ്ഘാടനം ചെയ്തു. IMA ജില്ലാ ചെയർമാൻ ഡോക്ടർ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മനീഷ് നായർ, ഡോക്ടർ അരുൺ, ഡോക്ടർ ഗോൾഡി, ഡോക്ടർ നവീൻ, ഡോക്ടർ RM നായർ എന്നിവർ നേതൃത്വം നൽകി. സമരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ പങ്കെടുത്തു. പ്രതിഷേധത്തിന് ശേഷം IMA നേതൃത്വം ജില്ലാ മെഡിക്കൽ ഓഫീസറെ നേരിൽ കണ്ട് സമഗ്രമായ മെമ്മോറാണ്ടം സമർപ്പിച്ചു. CDNet ന്യൂസ്, കായംകുളം.